മാതാപിതാക്കൾ എന്താ ഉള്ളത് വെച്ചാൽ അതാ കുട്ടികളിൽ ഉണ്ടാകുക. മദ്രസയിൽ വായിക്കണത് കുട്ടി കേട്ടു എന്നുള്ള ഉറപ്പാണ്. വേറെ എവിടെ നിന്ന് കിട്ടിയത്? അത് പെരേന്ന് കിട്ടിയ തന്നെയാണത്. അത് പെരയിൽ അതാണ് ആ സാധനത്തിന്റെ പേരാ വിളിക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കുട്ടി മാർസിലെന്ന് അടുത്തിരിക്കുന്ന കുട്ടിനെ വിളിക്കും. അല്ലാതെ കുട്ടിക്ക് വഹിയുണ്ടോ? കുട്ടിക്ക് വഹിയൊന്നുമില്ല. അള്ളാഹുവിൽ നിന്നുള്ള ചില ഇൽഹാമാത്തുകൾ ചില കുട്ടികൾക്ക് ഉണ്ടാവാന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, അത് പെരേന്ന് വിളിച്ച തന്നെയാണ്. അങ്ങനെയൊക്കെയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് എന്താ പഠിപ്പിക്കണ വെച്ചാൽ അതുണ്ടാവും. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികൾ ഏറ്റവും കൂടുതലായി അനുകരിക്കുന്നു ഉമ്മാനെയും വാപ്പാനെയും. ഇമ്മ എല്ലാ കാര്യം ചെയ്യുമ്പോഴും കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹ് ഉണ്ടെങ്കിൽ കുട്ടി വലുതായാലും അങ്ങനെ ഉണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും അടുപ്പത്തേക്ക് ചായക്ക് വെള്ളം വെക്കുമ്പോഴൊക്കെ കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ കുട്ടികൾ കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹ് ഇടണം. എന്നാലേ ഓല ജീവിതത്തിലേ ഉണ്ടാവുള്ളൂ. കോണി കയറുമ്പോൾ തക്ബീർ ചൊല്ലിയിട്ടാണ് കയറേണ്ടത്. കോണി ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് ഇറങ്ങേണ്ടത്. കോണി ഇങ്ങനെ കയറുമ്പോൾ അല്ലാഹു അക്ബർ തുടക്കത്തിലൊന്ന് എന്തായാലും പറയണം. മേലത്തോളം പറഞ്ഞാൽ അത്രയും നന്നായി. കോണി കയറുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലാഹു അക്ബർ, ഉയരങ്ങൾ കയറുമ്പോൾ ഒക്കെ തക്ബീർ ചൊല്ലണം. ഉയരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ വാപ്പിയും മീൻ ചെയ്താൽ കുട്ടികൾ അങ്ങനെ ചെയ്യും. ദീന് എന്ന് പറഞ്ഞത് പെരേന്നുണ്ടാവേണ്ട സാധനമാണ്. പെരയിൽ വീട്ടിൽ അതിനനുസരിച്ചുള്ള ചുറ്റുപാടുണ്ടാകണം. നമ്മൾ കുറേ നേരം വൈകിട്ട് കിടക്കും. പിന്നെ കുട്ടികൾ നേരത്തെ കിടക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? ആദ്യം പെരയിലുള്ളവർ നേരത്തെ കിടക്കണ ഒരു സ്വഭാവം ഉണ്ടാക്കണം. പെരയിലുള്ളവർ നേരത്തേക്കും വേണം. വല്യപ്പ നീക്കും പള്ളിയൊക്കെ പോകും. പേരക്കുട്ടികൾ ഒറ്റൊന്നും നീക്കൂല. സൂര്യൻ ഉദിച്ചിട്ട് മറ്റോടത്ത് ഇങ്ങനെ തട്ടുമ്പോൾ വല്യപ്പ ബൈക്കോളി ഒരു കുഴപ്പമില്ല. പെരയത്തെ കയ്യെത്തിനോടത്തുള്ള എല്ലാ ലൈറ്റും ഇട്ടിച്ചിട്ട് വേണം പോകാൻ. അയിമ കറണ്ട് ബില്ല് വരട്ടെ, നമുക്ക് നോക്കാം. എല്ലാ റൂമിൽ നിന്നും വിളിക്കാൻ പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇട്ടേക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം. വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ലൈറ്റേലിടണം. മൊത്തം ലൈറ്റ് ഇടാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആണെങ്കിൽ ഒരു ബെല്ലും അടിക്കുക. നേരം വെളുക്കുമ്പോൾ വിളിച്ചോണത്തണമെന്ന്. ഈ ഉമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം നേരം വൈകി കടന്നതും നേരത്തെ എഴുന്നേൽക്കാത്തതാണ്. ആ രണ്ട് സംഭവം ഏതെങ്കിലും ഒരു സമൂഹത്തിലുണ്ടോ അവർ വിജയിച്ചവരായിരിക്കും. അതുകൊണ്ട് നമ്മളത് ചെയ്യണില്ല എന്നുള്ളതാണ്. നമ്മളിൽ ഉണ്ടായിരുന്നു, അതൊക്കെ കൈമോശം വന്നുപോയി, നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു പിടിക്കാൻ കഴിയണം. ഇനിയിപ്പോൾ എന്താ കാട്ടുക? കാലഘട്ടം ഇങ്ങനെ കായില്ല. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഞാൻ മാത്രം വിചാരിച്ചിട്ട് ഇപ്പം എന്താ കാര്യം എന്നാണ്. അനക്ക് മാത്രമേ വിചാരിച്ചാൽ എന്താ വരിക? നമ്മൾ ആലോചിക്കണം, എന്ത് കാലഘട്ടം ഇങ്ങനെ കായിപ്പോയി. കുഴപ്പമൊക്കെ കാലഘട്ടത്തിന്, ഓനൊരു കുഴപ്പമില്ല. കുഴപ്പമൊക്കെ ഇപ്പോൾ കാലഘട്ടത്തിന് അത്രേ. കാലഘട്ടത്തിനൊരു കുഴപ്പമില്ല, നമ്മക്കാണ് കുഴപ്പമുള്ളത്. നമ്മളൊന്ന് നേരാൻ തീരുമാനിച്ചാൽ മതി, അങ്ങനെ നടക്കും. അതിപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? എനക്ക് മാത്രമാണ് വിചാരിച്ചാൽ എന്താ പറ്റുക? എന്താ എനക്ക് മാത്രമാണ് വിചാരിച്ചാൽ? ഇജൊന്നാണ് നേരത്തെ നീച്ചു നോക്കാം, ഇജൊന്നാണ് നേരത്തെ കടന്നു നോക്കാം, ഇജ് ശേഷം ഖുർആൻ ഓതി നോക്കാം, ഇജൊന്ന് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയേക്ക് പോയി നോക്കാം, ഇജൊന്ന് നല്ല കാര്യങ്ങളിലാണ് കൂടി നോക്കാം. സംഗതി ഉഷാറാവുമല്ലോ. റബീഉൽ അവ്വൽ മാസമാണ്. എല്ലാ പെരയിലും മൗലിദ് നടക്കണം. എല്ലാ പെരയിലും അവനാൻ വയ്ക്കുമ്പോൾ ഓതിയാൽ മതി. മങ്കൂസ് മൗലിദ് ഇപ്പോൾ മിക്കവാറും ഒന്നാമത്തെ ഹദീസ് അതിൻ്റെ ബെയ്ത്തും എല്ലാവർക്കും അറിയാലോ. എന്നും അതന്നെ ആവർത്തിച്ച് ഓതിക്കളി. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഇശാൻ്റെ ശേഷം എല്ലാ പെരയിലും മൗലിദ് നടക്കണം. മാസം തീർന്നേലടക്ക് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്തുകൊണ്ടുള്ള ഒരു മൗലിദും പെരയിൽ നടക്കണം. അതൊക്കെ ഒരു ബർക്കത്താണ്. അതൊക്കെയാണ് നമ്മളെ ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയും സലാമത്തിൻ്റെയും മാർഗങ്ങൾ എന്ന് പറഞ്ഞത്. ഞമ്മക്ക് നിഅമത്ത്, ബർക്കത്ത്, സലാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചിക്കനാണ് എന്നാണ് മനസ്സിലായത്. ഓനവിടെ ഭയങ്കര റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ എന്നും ചിക്കൻ ഉണ്ട് എന്നാണ് അർത്ഥം വെച്ചത്. ഭയങ്കര നിഅമത്താണ് എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വയലു പറയാണ്, പ്രസംഗിക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങാണ്. സഹാബത്തെ, പൈസ ഇല്ല, നമ്മൾ ഏതായാലും പോകൽ നിർബന്ധമാണ്. അതുകൊണ്ട് എല്ലാവരും വരെ പോയിട്ട് ഉള്ളതൊക്കെ കൊണ്ടുവരികയായിരുന്നു. സഹാബത്തൊക്കെ വീട്ടിലേക്ക് പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുന്നതിലും ബർക്കത്തുണ്ടാകട്ടെ, ബച്ചയിലും ബർക്കത്തുണ്ടാകട്ടെ. അതായത് നമ്മളടുത്ത് ഉള്ളതിൽ മാത്രമല്ല ബർക്കത്ത്, നമ്മൾ അങ്ങനെ വിചാരിച്ചേ. അല്ലാത്തതിലും ഉണ്ട് ബർക്കത്ത്. കൊടുന്നതിലുണ്ടാവട്ടെ, വീട്ടിലുള്ളതിലുണ്ടാവട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്താ കൊടുന്നതെന്ന് ചോദിച്ചു. അതിൽ മൂപ്പരത് ചില്ലറ പൈസ ഉള്ളൂ. ചില്ലറ പൈസ ഉള്ളു. പെരയിലാതാ ഉള്ളത്. നബി, ഞാൻ അതാണ് കൊടുന്നത് പറഞ്ഞു. വീട്ടിലെന്താ ഉള്ളത് ചോദിച്ചു. എന്നേക്കാൾ ഹൈറായത് പറഞ്ഞു. കേട്ടുനിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുന്യാവിൽ ആരെ തോൽപ്പിച്ചാലും സിദ്ദീഖിനെ മാത്രം തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം
ഞാൻ 7000 ദിർഹം കൊണ്ടുവന്നിട്ടുള്ളത് പെരയിലുള്ളതിൻ്റെ പകുതിയാണ്. സിദ്ദീഖ് ചില്ലറ പൈസ കൊടുക്കുന്നത് വീട്ടിലുള്ളത് മുഴുവനുമാകുന്നു എന്ന് പറഞ്ഞു. സംഗതി ചില്ലറയാണെന്നുള്ളതല്ല പ്രശ്നം, അത് മുഴുവനുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ, വീട്ടിലെ ബർക്കത്ത് അള്ളാന്റെ റസൂലാണ്. അത് പെരയിലുണ്ടോ ബർക്കത്ത് ഉണ്ടാവും, അതുണ്ടോ നിഅമത്തുണ്ടാവും, അതുണ്ടോ റഹ്മത്തുണ്ടാവും. അതുകൊണ്ട് റബീഉൽ അവ്വലാണ് വെയ്ക്കും പോലെ. ആണുങ്ങളുണ്ടെങ്കിൽ ആണുങ്ങൾ, അല്ലെങ്കിൽ ഉമ്മാര് അല്ലെങ്കിൽ വല്യന്മാര് ആരാ ഉള്ളത് വെച്ചാൽ ഒരു ഹദീസ് മൗലിദ് എന്ന് ഇഷാമാരിവിൻ്റെ ഇടയിൽ മങ്കൂസ് മൗലിദിൽ ആദ്യത്തെ ഹദീസ് ഓതിയാൽ മതി. ഒരു ഹദീസും അതിൻ്റെ ബെയ്ത്തും പെരയിൽ നടക്കണം. ആണുങ്ങളുള്ളപ്പോൾ ആണുങ്ങൾ കൂടണം. ഈ 30 ദിവസം കഴിയുന്നതിലടക്ക് ഒരു ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്തുങ്ങാണ്ട്, ഈ ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ സംഗതി ഉണ്ട്. അന്ന് നമ്മളെ കുട്ടികൾക്കും നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളതാണ്. ആത്തിപ്പറ്റ ഉസ്താദ് എവിടെ പോകുമ്പോഴും ആരെങ്കിലും ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് അറിയില്ല. മൂപ്പരിപ്പോൾ എത്ര തിന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, പക്ഷെ വേണ്ട അറിയില്ല. എന്താ പറയാന്ന് വെച്ചാൽ, അപ്പോൾ ഒരിക്കൽ ചോദിച്ചാൽ എന്തെങ്കിലും ഭക്ഷണം വേണ്ടാന്ന് പറയാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നമ്മളെ പേരിൽ പെരക്കാർക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ അത് നടന്നോട്ടെ പറഞ്ഞു. ഞാൻ വന്നിട്ടില്ല ഇപ്പം അന്നവിടെ നടക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്ന്, അതുകൊണ്ട് സംഗതി നടന്നോട്ടെ, മുടക്കണ്ട, നമ്മളെന്തെങ്കിലും ഒന്ന് വർക്കത്തിന് തിന്നാൽ മതി, ബാക്കി ഓല് തിന്നോട്ടെ. ഒരു ദിവസം പുറത്തുനിന്ന് ഒരാളെ ആരെങ്കിലും അയൽവക്കത്തുനിന്നോ പള്ളിക്കെന്നോ ഒരു മുത്തഅല്ലിമിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്തുങ്ങാണ്ട് ഒരു ദിവസം, എല്ലാ ദിവസവും നമ്മൾ ചെയ്യും വേണം. അങ്ങനെ വീട് ഒരു ഐശ്വര്യത്തിൻ്റെ വീടായി മാറണം. ഇസ്ലാമികമായ അന്തരീക്ഷം ഇതൊക്കെ നമ്മൾ കുട്ടികൾ കാണണം, അവരുടെ ജീവിതത്തിലേക്ക് അതിനെ പകർത്തണം. നമ്മൾ ചെയ്യണത് നമ്മളെ നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിർത്തണം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഖീമൂന സ്വലാത്ത. നിസ്കരിച്ചാൽ എളുപ്പമുണ്ട്. നിസ്കാരം നിലനിൽക്കണമെങ്കിൽ മക്കളും പേരക്കുട്ടികളും കൂടിയാണ് നിസ്കരിച്ചണം, നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിർത്തണം. നോമ്പ് വറ്റാൽ പോരാ, നോമ്പ് നിലനിർത്തണം. സദക്ക കൊടുത്താൽ പോരാ, സദക്ക കൊടുക്കൽ നിലനിർത്തണം. അതിന് കുട്ടികൾ കാണണം, മക്കൾ കാണണം, ഭാര്യ കാണണം, എല്ലാവരും കാണണം. നമ്മളെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് വേറുള്ളവർ പഠിക്കണത്. ഒരു ഫക്കീറായ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വായിലണ്ടടക്കുക, വായിലണ്ടടക്കുക. അത് കുട്ടികൾ കണ്ടു, ഇതിങ്ങനെ വേണ്ടതെന്ന് മനസ്സിലായി. അല്ല വാപ്പ ഒന്നുമില്ല, എന്നാലും ഉള്ളേന്നൊരു വിരുന്നുകാരോടുള്ള സമീപനം, യാത്രക്കാരോടുള്ള സമീപനങ്ങൾ, വീട്ടിലേക്ക് വരുന്നവരോടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്, കണ്ടുപഠിക്കുകയാണ്. വീട്ടിലേക്ക് ഒരാൾ വിരുന്ന് വന്നാൽ ഇമ്മ എങ്ങനെ വർത്താനം പറഞ്ഞത് നോക്കിയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. വിവാഹബന്ധം ഹറാമായ ആളല്ലെങ്കിൽ ഉമ്മ ഒരു മറയുടെ അപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിലെ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലായി ഇങ്ങനെ വേണ്ടത് എന്ന്. അതുകൊണ്ട് മക്കൾ മാതാപിതാക്കളെ മാതൃകയാക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ്, ഇത് രണ്ടാമത്തെ മദ്രസാണ്. അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഊല, ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. റിയാദുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസ രണ്ടാമത്തതാണ്, ഒന്നാമത്തെ അല്ല. അവിടെ എന്താ ഉള്ളത് വെച്ചാൽ അതേ ഇവിടെ ഉണ്ടാവുള്ളൂ.